ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിക്കുള്ള ഒരു അടിപൊളി വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റനിങ് ക്രീമിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഇല്ല എന്ന് പറഞ്ഞു ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്ന ക്രീം മാത്രം നിങ്ങൾ ചെയ്യത്തുള്ളൂ, ഞങ്ങൾ ഫ്രിഡ്ജില്ലാത്തവർ എന്തോന്ന് ചെയ്യുന്നു ചോദിച്ചിട്ട് എന്നോട് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ക്രീം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കിത് പുറത്ത് വെച്ചും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ പുറത്ത് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഫ്രിഡ്ജ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. 2 ടൈപ്പിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് ചെയ്തിട്ട് 2-3 ദിവസം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ആരെങ്കിലും റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ നല്ല ചുട്ടടി വെച്ചിരും കേട്ടോ. നിങ്ങൾ 1 മാസമെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു വൈറ്റനിങ് ക്രീം നമുക്ക് 7 ദിവസം കൊണ്ട് നല്ലൊരു മാറ്റം ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്ന്, ചിലർക്ക് നല്ല സ്കിന്ന് ഗ്ലോയിങ് ആയിട്ടുണ്ടാവും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു വൈറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ആയിട്ടുണ്ടാവും. അല്ലാതെ മറ്റുള്ള ചിലർക്ക് വേണമെങ്കിൽ ഒരു സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ട് ആ ഒരു സ്കിന്ന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് ഈ ഒരു മാറ്റം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് തമ്പനയിൽ കണ്ടിട്ട് ഈ ചേച്ചി 7 ദിവസം കൊണ്ട് വെളുക്കാന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ വെളുത്തില്ല എന്നും പറഞ്ഞിട്ട് ആരും കംപ്ലൈൻറ്റും കൊണ്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. നമുക്ക് ഈ ഒരു ക്രീം 1 മാസമെങ്കിലും ഉപയോഗിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് 7 ദിവസം ഉപയോഗിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിക്ക് അങ്ങ് ഫോളോ ചെയ്ത് വരെങ്കിൽ മാത്രമേ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നും അതിനനുസരിച്ച് റിസൾട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിനുശേഷം ഈ രീതിക്ക് അങ്ങ് ഫോളോ ചെയ്ത് വരാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് ഗൈസ്. ഞാൻ ഇനി ബ്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ വീഡിയോ ഉറപ്പായി സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് അടുത്ത ആളിനെ കണ്ടല്ലോ, ധാരാ നമ്മുടെ ക്യാരറ്റാണ്, C4 ക്യാരറ്റ് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പേരിയാണ്, നമ്മുടെ തേങ്ങച്ചീരകി എടുത്തത്. ഏകദേശം ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയുന്ന ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്നൊന്നര പിരിയോളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ചിങ്ങനെ മുറുക്കി പിടിച്ചിങ്ങനെ ഉണ്ടാവും ആ രീതിക്ക് കേട്ടോ. അതെടുത്തിട്ടുണ്ട്, 1.5 പിരിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് അങ്ങ് മാഷി പോലെ അങ്ങ് അരച്ചിട്ട് വരണം. മാഷി പോലെ ഒന്നും അറിയത്തില്ല, ഒരു കുറവപ്പായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും തന്നെ പാടില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പോലെ ഇരിക്കും, നിങ്ങളുടെ ക്രീം കേട് വരണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വെള്ളമില്ലാത്ത മിക്സി ബൗൾ എടുത്തിട്ട് വേണം ഇത് അരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരറ്റിനകത്തും തന്നെ വെള്ളം, നമ്മൾ ക്യാരറ്റ് കഴുകി തുടച്ചിട്ടാണ് ഇതിനകത്തേക്ക് കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ വെള്ളം മാക്സിമം ഇല്ലാതെ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സിയിൽ ബൗളിനകത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചു കൊണ്ടുവരാണ്. ഇനി നമുക്ക് ഒരു കൂട്ടിനെ നന്നായിട്ടൊന്ന് അരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ആ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ആ ഒരു പാല് മാത്രം മതിയാകും കേട്ടോ. നമ്മുടെ ആ ഒരു തേങ്ങയുടെ പാലും ആ ക്യാരറ്റ് ജ്യൂസും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു കൂട്ടിന് നമുക്കത് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് കൊണ്ടുവരണം. അപ്പോൾ ഞാനൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങ് പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അരിപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടൊക്കെ അങ്ങ് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പിഴിഞ്ഞിട്ട് വരാം. അത് ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മളിത് അരിക്കുന്ന സമയത്ത് ആ ഒരു അരിപ്പിക്കകത്തോ അല്ലെങ്കിൽ അത് താഴെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിനകത്തോ ഒട്ടും തന്നെ നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിലും പുറത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം പാടില്ല. ഓക്കെ, അപ്പോൾ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു 10-15 ദിവസം നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം കേട്ടോ ഈ ഒരു ക്രീം. ഒരാഴ്ച വരെ ആരും പോകരുത്, നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ തീർക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ രീതിക്ക് അങ്ങ് ചെയ്യുക. ഞാൻ വീണ്ടും പറയാൻ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ കാണുന്ന രീതിക്കുള്ള പാല് കിട്ടിയിട്ടുണ്ട്. ഇതിന് 1ാം പാല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി അതിനകത്ത് വെള്ളം പിഴിഞ്ഞിട്ട് പാല് ചേർത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു പാലാണ്. അതിപ്പോൾ ഏകദേശം ഒരു കുറഞ്ഞ അളവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി കേട്ടോ, നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം ഉപയോഗിക്കാൻ ഇത് മതിയാകും. ഓക്കെ, അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് ഈ ഒരു പാല്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേറ ജെല്ലാണ്. ഈ ഒരു ആലോവേറ ജെല്ല് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയുള്ള ആലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 ടീസ്പൂണോളം ആലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കൂട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും ആ ഒരു പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരികയാണ്. നമ്മളിത് ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിലല്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മൾ സിറം കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിറം കൺസിസ്റ്റൻസി ആണെങ്കിൽ നമുക്കിത് 2-3 തവണയൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്രീം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു 3-4 ടീസ്പൂണോളം ആലോവേറ ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ജ്യൂസ് കുറച്ച്
അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ ഒരു പാല് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്രീം പരുവത്തിലായി കിട്ടും. അപ്പോൾ ഞാനിവിടെ അങ്ങനെ പോകുന്നില്ല, നല്ല ആ ഒരു സിറത്തിൻ്റെ ആ രൂപത്തിൽ തന്നെ അങ്ങ് ആക്കി കൊണ്ടുവരികയാണ്. ഇതാകുമ്പോൾ നമുക്കൊരു 2-3-4 തവണയെങ്കിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ. രാത്രി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് രാത്രി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. പിറ്റേന്ന് രാവിലെ കഴിയാൻ മതി, അന്നേരം കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഇനി നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്രീം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുത്തെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതും ആ ഒരു തേങ്ങയുടെയും ആ ഒരു നമ്മുടെ ക്യാരറ്റിൻ്റെയും ജ്യൂസാണ് കേട്ടോ. ആ ഒരു മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ മിൽക്കിനെ നമുക്ക് നന്നായിട്ട് അങ്ങ് വറ്റിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ബൗളിനകത്ത് ഒരു ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയിട്ട് ഒരു 1-1.5 ടീസ്പൂൺ ആക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിന് നന്നായിട്ട് കുറുക്കി കൊണ്ടുവരാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ആരും വെക്കരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ക്രീമിനെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു മിൽക്കിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഗൈസ്, നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും നമ്മുടെ ആ ഒരു ക്യാരറ്റ് ജ്യൂസൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിതൊരു 1-1.5 ടീസ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ആകുന്ന ആ ഒരു ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ആലോവേര ജെല്ല് സെയിം നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് എടുത്തത് അതേ 2 ടീസ്പൂണോടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വന്നിട്ട് വിറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഈ ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ പുറത്ത് വെക്കുന്നത് കൊണ്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഓയിൽസ് ഇപ്പം ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ചോദിക്കും വിറ്റമിൻ ഇയുടെ പകരം നമ്മുടെ കയ്യിൽ ഇല്ല, ഞങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ചേർക്കാമോ എന്ന് ചോദിച്ചിട്ട് അതൊന്നും ചേർക്കാൻ പറ്റില്ല. ഈ ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂൾ തന്നെ വേണം. നിങ്ങളിത് പുറത്താണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂൾ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തതിന് ശേഷം നമ്മളിത് രണ്ടും ഓരോ ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരെണ്ണം നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ടേക്കും സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ. ആ ഒരു ക്രീമാണ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ക്രീം നന്നായിട്ട് അടച്ചിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് വെള്ളത്തിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രീം എത്രത്തോളം ഉണ്ടോ അത്രയും ലെവലിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രം, നമ്മൾ വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു പാത്രം, നമ്മുടെ ഈ ഒരു ക്രീം നല്ല കൂളായിട്ടുള്ള പ്ലേസിൽ വെക്കാനായിട്ട് നോക്കുക. നല്ല വെളിച്ചം, നല്ല വെയിലൊക്കെ തട്ടുന്ന രീതിക്കുള്ള ഭാഗത്ത് വെക്കരുത്. നല്ല കൂളായിട്ട് നല്ല ഡാർക്ക് പ്ലേസിൽ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമുക്കൊരു 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. 3 ദിവസം കൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ ഇത് ഫ്രിഡ്ജില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു വൈറ്റനിങ് ക്രീം രാത്രി തന്നെ അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലർക്ക് സൈനസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് രാവിലെ അപ്ലൈ ചെയ്യാം കേട്ടോ. രാവിലെ നമ്മൾ കുളിക്കുന്നതൊക്കെ മുന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തൊരു 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാനായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്ത് നിങ്ങൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ പയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ രീതിക്ക് ഒന്ന് ഫോളോ ചെയ്ത് വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ വന്ന കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.